ഹലോ എവരിവൺ. റെയിൽവേ വീഡിയോ സീരീസിലെ ഫിസിക്സിന്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ക്ലാസ്സിൽ നമ്മൾ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്തു, ഫോഴ്സ് മോഷൻ മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഫോഴ്സ് മോഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് നമ്മളിന്ന്. ടോട്ടലി നമ്മൾ മൂന്നാമത്തെ ക്ലാസ് ആണെന്ന് റെയിൽവേ സീരീസിൽ നിന്ന് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഓർഡർലി തന്നെ ഈ ക്ലാസ്സുകൾ കാണാൻ മാക്സിമം ശ്രമിക്കുക. കാരണം ഞാനിത് കൺസെപ്റ്റ് പറഞ്ഞ് ഓർഡർലി ആയിരിക്കും, പ്രോബ്ലംസ് ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം പറഞ്ഞായിരിക്കും ഇനി അങ്ങോട്ട് പോകുന്നത്. ടോപ്പിക്ക് തുടങ്ങിയപ്പം നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്നിരുന്നാൽ പോലും ബാക്കിയുള്ള ടോപ്പിക്സ് എല്ലാം നമുക്ക് ഓർഡറായിട്ട് കവർ ചെയ്യാൻ വേണ്ടി ഫോഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഇനി ഒരു 2 ക്ലാസ്സും കൂടെ ഞാൻ എടുത്ത് മാത്രമായിരിക്കും കവർ ചെയ്യുന്നത്. ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് പ്രോബ്ലംസ് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ലാസ്റ്റ് ദിവസം പഠിപ്പിച്ച നോട്ട്സ് എല്ലാം ക്ലിയർ ആക്കി വെച്ച് അത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് തന്നെയാണ് വരുന്നതെന്ന് കരുതുന്നു. അല്ലാത്തവർ മസ്റ്റായിട്ടും ലാസ്റ്റ് ദിവസത്തെ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ക്ലാസ്സിലേക്ക് വരിക. കാരണം കണ്ടിന്യൂറ്റി പ്രോബ്ലം ഇല്ലെങ്കിൽ പോലും ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ചതിൻ്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടി ഇവിടെ കൺസിഡർ ചെയ്തിട്ടാണ് ഇന്നത്തെ സെഷൻ പോകുന്നത്. നമ്മൾ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് അതുമായിട്ട് ബന്ധപ്പെട്ടതും നമ്മൾ ഇന്നലെ പഠിച്ച കുറച്ച് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ അടുത്ത ടോപ്പിക്കിലേക്ക് വരുന്നത്. അപ്പോൾ റെയിൽവേ എക്സാംസ് എത്രയും പെട്ടെന്ന് ഒരു 2 to 3 months വരുമെന്ന് നോട്ടിഫിക്കേഷൻ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള ടോപ്പിക്സ് പഠിച്ച് റെഡി ആയിരിക്കുക. എക്സാംസിന് നോട്ടിഫിക്കേഷൻ വന്നാൽ നിങ്ങൾക്ക് പ്രിപ്പറേഷനുള്ള സമയം കാണില്ല. അത് എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യമാണ്. പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് തന്നെ നടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യമാണ്, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് അൺബാലൻസ്ഡ് ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ദിസ് റൂൾ ഇസ് നോൺ ആസ്. ഈ റൂള് അറിയപ്പെടുന്നത് ന്യൂട്ടന്റെ ഏത് ലോയാണ്? നമ്മൾ പഠിച്ചതാണല്ലോ, ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും തേർഡ് ലോയും പഠിച്ചതാണല്ലോ. നിങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞേ. ചോദ്യം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് ആൻ ഒബ്ജക്റ്റ് ഡയറക്ട്ലി ഈസ് പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് അൺബാലൻസ്ഡ് ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാതെ വളരെ എളുപ്പത്തിൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ചുരുക്കിയാണ് പഠിച്ചത്. എന്നിരുന്നാൽ കൂടി നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം പറയാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഇസ് പ്രൊപ്പോർഷണൽ ടു ദ ഫോഴ്സ് എന്ന് പറയുന്നത് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ആണോ, സെക്കൻഡ് ലോ ആണോ, തേർഡ് ലോ ആണ്? ഏത് ലോ ആണ്? സെക്കൻഡ് ലോ, ന്യൂട്ടൺസ് സെക്കൻഡ് ലോ. ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് പറയുന്ന ഇക്വേഷൻ ഡെറൈവ് ചെയ്തെടുക്കുന്ന ഏത് ലോയിൽ നിന്നാണ്? ന്യൂട്ടന്റെ സെക്കൻഡ് ലോയിൽ നിന്നാണ്, അല്ലെ? നമ്മളിത് പറഞ്ഞിട്ടുള്ളതായിരുന്നു, അതുകൊണ്ട് ഒരു സംശയമില്ല. അപ്പൊ ന്യൂട്ടൺ സെക്കൻഡ് ലോ. അടുത്ത ചോദ്യം, ഇഫ് വി മൂവ് ദ ട്രീ ബ്രാഞ്ച് ഫാസ്റ്റ് ദെൻ സം ഓഫ് ദ ലീവ്സ് ഗെറ്റ് ഡിറ്റാച്ച്ഡ് ഫ്രം ദ ട്രീ ഡ്യൂ ടു. ഞാൻ പറഞ്ഞു നിങ്ങൾ കൺസെപ്റ്റ് തന്നെ പഠിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞു. കാരണം പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഈ ചോദ്യം എന്താ എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലായോ ഇംഗ്ലീഷിൽ? നമ്മളൊരു ട്രീയുടെയൊക്കെ ഒരു മരത്തിൻ്റെയൊക്കെ ബ്രാഞ്ച് നമ്മൾ കുലുക്കാറുണ്ടല്ലേ? പെട്ടെന്ന് ഇങ്ങനെ കുലുക്കുമ്പോൾ സഡൻ ആയിട്ട് വളരെ പെട്ടെന്ന് മൂവ് ചെയ്യുമ്പോൾ കുലുക്കുമ്പോൾ അതിനകത്തുള്ള മാങ്ങയും ഇലയും എല്ലാം താഴെ വീഴുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെ വീഴും. അങ്ങനെ ലീവ്സ്, ഇതിനകത്ത് ലീവ്സിന്റെ കാര്യമാണ് പറയുന്നത്. ഇലകൾ താഴോട്ട് ഡിറ്റാച്ച് ചെയ്യും. അതിന് കാരണം എന്താണെന്നാണ് ചോദിച്ചത്. എന്താണ് അതിന് കാരണം? എല്ലാം സ്റ്റില്ലായിട്ട് അവിടെ ഇരിക്കുക. മരം എന്ന് പറയുന്നത് സ്റ്റില്ലായിട്ടിരിക്കുക. നമ്മൾ സഡൻ ആയിട്ട് ഒരു ഫോഴ്സ് അതിനകത്ത് അപ്ലൈ ചെയ്തു. അപ്പോൾ എന്താണ് അവിടെ? ഇനേർഷ്യ. ആ ലീവ്സിലുള്ള ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ഉണ്ട് അല്ലേ? റെസ്റ്റിൽ ഇരിക്കുന്നതിന്റെ ഇനേർഷ്യ ഉണ്ട്. ആ റെസ്റ്റിൽ തന്നെ ഇരിക്കാനാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അതേസമയം നമ്മൾ ട്രീ മൊത്തത്തിൽ മൂവ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗങ്ങളും ഒരുമിച്ച് മൂവ് ചെയ്യും. അപ്പോൾ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് അതിൽ ആ ഒരു ലീവ്സിൽ ഉണ്ടായത് കൊണ്ടാണ് അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് താഴെ വീഴുന്നത്. അപ്പോൾ ഉത്തരം എന്താണ്? ഇനേർഷ്യ. കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? അപ്പൊ ഇഫ് വി മൂവ് ദ ട്രീ ബ്രാഞ്ച് ഫാസ്റ്റ് then some of the leaves get detached from the tree due to inertia of rest ആണ് ആ ലീവ്സിനുള്ളത്. ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. which of the following Newton's laws of motion provides an explanation for why a ball thrown on a wall collides and returns? നമ്മളൊരു ബോൾ എടുത്ത് ഒരു ഭിത്തിയിലേക്ക് എറിഞ്ഞാൽ ആ ഭിത്തിയിൽ തട്ടിയിട്ട് ബോൾ തിരിച്ചു വരും അല്ലെ? തിരിച്ചു വരില്ലേ? അതിന് കാരണം അത് ഏത് ലോ വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഏത് ലോ ആണ്? ഉത്തരം പറഞ്ഞേ നിങ്ങൾ. ഉത്തരം ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. പറഞ്ഞില്ലേ? ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മൾ പറഞ്ഞതാണ്, 1-2 ആപ്ലിക്കേഷനെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾ അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചോദ്യം ചോദിച്ചാലും അതിന് ഉത്തരം നിങ്ങൾക്ക് ആലോചിച്ച് കണ്ടുപിടിക്കാം. അങ്ങനെ തന്നെ പഠിക്കണം എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, the rate of change of momentum of a body is proportional to എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ്. ഏത് സ്റ്റേറ്റ്മെന്റ് ആയത്? സെക്കൻഡ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? സെക്കൻഡ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി ഈസ് പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ്. ഫോഴ്സിന് പ്രൊപ്പോർഷണൽ ആണ്. പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഇസ് പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം,
ഇഫ് ആൻ ഒബ്ജക്റ്റ് വിത്ത് മാസ് 25 കിലോഗ്രാം, 25 കിലോഗ്രാം ഉള്ള ഒരു ഒബ്ജക്റ്റ് മാസ് ഞാനിവിടെ എഴുതി വെക്കുകയാണ്. എം ഈസ് ഈക്വൽ ടു 25 കിലോഗ്രാം is moved with a same acceleration of 8 meter per second square. അപ്പോൾ A is equal to 8 meter per second square. The force exerted by the object is F is equal to കണ്ടുപിടിക്കണം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ആണ്. ഇങ്ങനെയുള്ള ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എഫ് ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്ന എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് നമുക്കറിയാം. എമ്മിന്റെ വാല്യൂ 2 ആണെന്നറിയാം. എയുടെ വാല്യൂ 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്നറിയാം. ഇസ് ഈക്വൽ ടു 16, 8 ഇൻറ്റു 16. ഇങ്ങനെയാണോ ഉത്തരം കിട്ടുന്നത്? അപ്പോൾ എത്ര ഉത്തരം കിട്ടും? എത്ര കിട്ടും? ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ. നമ്മൾ 8 ഇൻറ്റു എയുടെ വാല്യൂ തെറ്റിപ്പോയി. നമ്മൾ മാസ് 2 അല്ല 25 കിലോഗ്രാം ആയിരുന്നു. സോറി, മാസ് 2 അല്ല 25 എന്നാണ് പറഞ്ഞിരുന്നത് അല്ലേ? ഉത്തരത്തിനകത്ത് ക്വസ്റ്റ്യനകത്ത് 25 കിലോഗ്രാം ആണ്. സോ 25 ഇൻറ്റു 8, 25 ഇൻറ്റു 8, മാസ് 25, ആക്സലറേഷൻ 8. 25 ഇൻറ്റു 8 ചെയ്യുമ്പോൾ എത്ര വരും? 25 ഇൻറ്റു 8 200. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. 200 ന്യൂട്ടൺ. ഇതാണ് ശരി ഉത്തരം. ഉത്തരം ഓപ്ഷനിലുണ്ടോ? ഓപ്ഷൻ എ 200 ന്യൂട്ടൺ. ശരിയാണല്ലോ. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് പറയുന്ന ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇതിനകത്ത് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് യൂണിറ്റ് ആണ്. ന്യൂട്ടൺ എന്തിന്റെ യൂണിറ്റാ? ഫോഴ്സിന്റെ യൂണിറ്റ്. അപ്പോൾ സംശയമില്ലാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉത്തരം പറയാൻ പറ്റും. അതുപോലെ ജൂൾ എന്ന് പറയുന്നത് ഫോഴ്സിന്റെ യൂണിറ്റ് അല്ല, എനർജിയുടെ യൂണിറ്റ് ആണ്. ജൂള് എനർജിയുടെ യൂണിറ്റ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫോഴ്സാണ്. അതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ എ 200 ന്യൂട്ടൺ. ക്ലിയർ ആയല്ലോ. അടുത്ത ചോദ്യം, ഉത്തരം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കണം. എ ഫോഴ്സ് ഓഫ് 20 ന്യൂട്ടൺ. അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു 20 ന്യൂട്ടൺ ഞാൻ എഴുതി. ഈസ് അപ്ലൈഡ് ടു ആൻ ഒബ്ജക്റ്റ് ആൻഡ് ഇറ്റ് ആക്സലറേറ്റ്സ് വിത്ത് ആൻ ആക്സലറേഷൻ ഓഫ്. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇത്രയും തന്നിരിക്കുന്നുണ്ട്. കാൽക്കുലേറ്റ് ദ മാസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് മാസ് ആണ്. മാസ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എളുപ്പമല്ലേ? ഇതിൽ സംശയമൊന്നുമില്ല. വളരെ സംശയം വരാനുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. അപ്പൊ എഫ് ഈസ് ഈക്വൽ ടു എം എ. ഇക്വേഷൻ നമുക്കറിയാം. ഫോഴ്സ് 20 ആണെന്നറിയാം. അപ്പൊ 20 ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ആക്സലറേഷൻ 2 അല്ലേ? അപ്പൊ എം ഈസ് ഈക്വൽ ടു 20 ഡിവൈഡഡ് ബൈ 2. കട്ട് ചെയ്തു, എത്ര വരും? 10. അപ്പൊ മാസ് ഈസ് ഈക്വൽ ടു 10 കിലോഗ്രാം. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം അല്ലേ? അപ്പൊ എം ഈസ് ഈക്വൽ ടു 10 കിലോഗ്രാം. ഓപ്ഷൻ ഡി. വളരെ എളുപ്പത്തിലുള്ള പ്രോബ്ലംസ് ആണ്. ഇതൊക്കെ ചോദിക്കും. ഇങ്ങനെയുള്ള എളുപ്പമുള്ള പ്രോബ്ലംസും ചോദിക്കും, കുറച്ചുകൂടി കൺസെപ്ഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസും ചോദിക്കും. നമ്മൾ പ്രോബ്ലംസിന്റെ തന്നെ സെക്ഷൻസ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ലാസ്റ്റ് RRB ഗ്രൂപ്പ് ഡി, RRB NTPC സമയത്ത് 2022 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഇയർ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ. പ്രോബ്ലംസ് മാത്രമായിട്ടുള്ള വീഡിയോ സീരീസ് റെയിൽവേ എക്സാംസിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ കാണുന്നത് നല്ലതാണ്. പ്രോബ്ലംസ് മാത്രം ചോദിക്കാറുണ്ട് റെയിൽവേയുടെ, പ്രത്യേകിച്ചും ടെക്നിക്കൽ പോസ്റ്റുകൾക്കും അല്ലാത്ത എക്സാംസിനും ഒക്കെ പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ വീഡിയോസ് കാണാൻ പറ്റുന്നവർ കാണുക, ഇല്ലാത്തവർ ഈ ഒരു വീഡിയോ സീരീസ്, നമ്മുടെ വീഡിയോ സീരീസ് ഫോളോ ചെയ്യുക. റെഗുലറായിട്ട് ഫോളോ ചെയ്ത് വന്നാൽ നമുക്ക് ഫിസിക്സിന്റെ ഈ ഒരു സീരീസിലൂടെ തന്നെ ഫിസിക്സിന്റെ വേണ്ട എല്ലാ കൺസെപ്റ്റുകളും നമുക്ക് കവർ ചെയ്യാം. പിന്നെ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് നമ്മൾ ഇനി ഇന്നലെ പഠിച്ച കാര്യങ്ങളെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ട് ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിലുള്ള മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനകത്താണ് നമ്മൾ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, സ്പീഡ്, വെലോസിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ മാത്രമാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഒരു ഡയമെൻഷനിലൂടെ നമ്മുടെ സ്പേസിലൂടെയുള്ള മോഷൻ ഒന്നുമല്ല നമ്മൾ പറയുന്നത്. പകരം ഒരു ഡയമെൻഷനിലൂടെ തന്നെ സ്ട്രെയിറ്റ് ലൈനിലൂടെയുള്ള മോഷനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് 3 ഡയമെൻഷണൽ സ്പേസിൽ നടക്കുന്ന ഒരു ആക്ച്വൽ ഫിനോമിനൻ അല്ല, ആക്ച്വലി നമ്മൾ നടക്കുന്ന സ്പേസിലൂടെ അല്ലേ ഒരു 3 ഡയമെൻഷണൽ ഫിഗർ ആയിട്ടാണ് കാണുന്നത്. പക്ഷെ അത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള അനാലിസിസ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞ് 1 ഡയമെൻഷണൽ മോഷനെ പറ്റി പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ആ ഒരു ടേമിനകത്ത് നിങ്ങൾ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാക്കണ്ട. നമുക്ക് ഈ ടേംസിലേക്ക് വരാം, ബേസിക് ടേംസിലേക്ക് വരാം. ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്. എന്താണ് ഡിസ്റ്റൻസ്, എന്താണ് ഡിസ്പ്ലേസ്മെന്റ്? ഡിസ്റ്റൻസ് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? അപ്പോൾ ഞാൻ പറയട്ടെ. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഒരാൾ ഇങ്ങനെ നടന്നു ഇങ്ങനെ കറങ്ങി ഈ ഒരു പോയിന്റിലെത്തി. അപ്പോൾ ഇയാൾ എയിൽ നിന്ന് ബിയിലേക്ക് എത്തി എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ഈ നടന്ന ആകെ ദൂരത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? അതിനെയാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ്. നമ്മൾ എത്ര ഡിസ്റ്റൻസ്, കാറിലൊക്കെ പോകുമ്പോൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തെന്നല്ലേ പറയുന്നത്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ഒബ്ജക്റ്റ്, അതായത് ആകെ ദൂരമാണ് ടോട്ടൽ ഡിസ്റ്റൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് ഡിസ്പ്ലേസ്മെന്റ്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ ഇയാൾ ട്രാവൽ ചെയ്ത് എയിൽ നിന്ന് ബിയിലോട്ടാണെങ്കിൽ അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഏറ്റവും ചെറിയ ദൂരത്തെ എന്ത് വിളിക്കുന്ന പേര്? അതാണ് ഡിസ്പ്ലേസ്മെന്റ്. മനസ്സിലായോ?
കൺസെപ്റ്റുകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരാൾ ആക്ച്വലി ട്രാവൽ ചെയ്ത ദൂരം, യഥാർത്ഥത്തിൽ ട്രാവൽ ചെയ്ത ദൂരമാണ് ഡിസ്റ്റൻസ്. ഇനി ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇനിഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ പോയിന്റ് ആൻഡ് ഫൈനൽ പോയിന്റ്. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഇതിനകത്തുള്ളൊരു വ്യത്യാസം, ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. നോട്ട് ചെയ്തോളുക, ഡിസ്റ്റൻസ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ അതിന് ഡയറക്ഷൻ ഇല്ല, അല്ലെങ്കിൽ ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് അല്ല, ഡയറക്ഷൻ ഇല്ല. നമ്മൾ എത്ര കിലോമീറ്റർ എന്ന് മാത്രമേ പറയാറുള്ളൂ അല്ലേ? നമ്മൾ ട്രാവൽ ചെയ്യുന്ന ദൂരം 10 കിലോമീറ്റർ, ഏത് ഡയറക്ഷനിലാണെന്നൊന്നും ചോദിക്കുന്നില്ല, 10 കിലോമീറ്റർ എന്ന് മാത്രമേ പറയാറുള്ളൂ. ഏത് ഡയറക്ഷനിലാണെന്നുള്ളതിന് ഇമ്പോർട്ടൻസ് ഇല്ല. അതുകൊണ്ട് ഡിസ്റ്റൻസ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അതേസമയം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. കാരണം അതിന് ഡയറക്ഷൻ ഉണ്ടല്ലോ, ഇനിഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്കുള്ള ഡയറക്ഷൻ. ഇതിന്റെ ഡയറക്ഷൻ ഞാൻ ഇവിടെ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, കാരണം അതിന് ഡയറക്ഷൻ ഉണ്ട്. അത് മനസ്സിലായോ? ഈ രണ്ട് കൺസെപ്റ്റുകൾ മനസ്സിലായോ? ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് രണ്ട് കാര്യങ്ങളും കൂടെ പറയാനുള്ളത്. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഡിസ്റ്റൻസ് ബൈ ടൈമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പീഡ്. കേട്ടോ, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പീഡ്. എന്ത് ക്വാണ്ടിറ്റി ആണെന്ന് ചോദിച്ചാൽ സ്പീഡും ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. കാരണം ഡിസ്റ്റൻസ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണല്ലോ, ഡിസ്റ്റൻസ് സ്കേലാർ ആണ്, അതുപോലെ തന്നെ സ്പീഡും ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. കാരണം ഡയറക്ഷൻ ഇല്ല, ഡയറക്ഷന് ഇമ്പോർട്ടൻസ് ഇല്ല. മനസ്സിലായോ? അപ്പോൾ സ്പീഡ്, ഡിസ്റ്റൻസ് ഇത് രണ്ടും സ്കേലാർ ക്വാണ്ടിറ്റീസ് ആണ്. ഇതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെലോസിറ്റി. ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈമിനെയാണ് വെലോസിറ്റി എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് ബൈ ടൈം സ്പീഡാണ്, ഡിസ്റ്റൻസും സ്പീഡും സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം വെലോസിറ്റി ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, അതുകൊണ്ട് തന്നെ വെലോസിറ്റിയും ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇതിന് രണ്ടിനും ഡയറക്ഷൻ ഉണ്ട്. ക്ലിയർ ആണോ? ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ഇനി ഒരു ടേമും കൂടെ, അടുത്ത ടേമാണ് ആക്സലറേഷൻ. എന്താണ് ആക്സലറേഷൻ? ആക്സലറേഷൻ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ് ആക്സലറേഷൻ. ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ഈ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ എഴുതി വെക്കണം. ഡിവൈഡഡ് ബൈ ടൈം ആണ് ആക്സലറേഷൻ. എന്താണ് ചേഞ്ച് ഇൻ വെലോസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് 5 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ 5 മീറ്റർ പെർ സെക്കൻഡ് ഒരു കാർ പൊയ്ക്കൊണ്ടിരിക്കുക. ആ കാർ അതിന്റെ വെലോസിറ്റി കൂട്ടി 10 മീറ്റർ പെർ സെക്കൻഡ് ആക്കി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 5, ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 10. ഈ 5 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 10 മീറ്റർ സെക്കൻഡിലേക്ക് വെലോസിറ്റി കൂട്ടാൻ ഇവരെടുത്ത സമയം 10 സെക്കൻഡ് ആണെന്ന് കരുതുക. ടൈം 10 സെക്കൻഡ് കൊണ്ടാണ് 5 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 10 മീറ്റർ പെർ സെക്കൻഡിലോട്ട് വെലോസിറ്റി കൂടിയത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സമയം 10 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ആക്സലറേഷനെ നമ്മൾ ഇക്വേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താ? വി മൈനസ് യു അല്ലെ? ചേഞ്ച് ഇൻ വെലോസിറ്റി വി മൈനസ് യു, ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ഈ ഇക്വേഷനും കൂടെ എഴുതി വെച്ചോളുക. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. ഈ ഇക്വേഷൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേ. അപ്പം ഡിസ്റ്റൻസ് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, സ്പീഡ് എന്താണ്, വെലോസിറ്റി എന്താണ്, ആക്സലറേഷൻ എന്താണെന്നും പറഞ്ഞു. ആക്സലറേഷൻ എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കേലാർ അല്ല, ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ആക്സലറേഷൻ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ടേംസ് പഠിച്ചിട്ടേ ഉള്ളൂ, ജസ്റ്റ് ടേംസ് പഠിച്ചിട്ടേ ഉള്ളൂ. ഈ ടേമുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇനിയുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത്. ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നുണ്ട്. അതിനകത്തുള്ള ഇക്വേഷൻസ് കൂടെ പഠിച്ചാൽ അത് കൺസിഡർ ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? ഇപ്പൊ പറഞ്ഞ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, സ്പീഡ്, വെലോസിറ്റി, ആക്സലറേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അടുത്ത ഒരു ഭാഗം കൂടെ കവർ ചെയ്തിട്ട് പ്രോബ്ലംസും കൂടെ ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഇപ്പൊ ചെയ്തു പോകും. ഇതിന്റെ കൂടെ തന്നെ പ്രോബ്ലംസ് ചെയ്താലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ ഈ ടേംസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഡാഷ് ഇസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എമൗണ്ട് ദാറ്റ് ക്യാൻ നെവർ ബി നെഗറ്റീവ്. ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നെഗറ്റീവ് ആവാൻ പറ്റാത്ത ക്വാണ്ടിറ്റി. ഫോഴ്സ് നെഗറ്റീവ് ആവാൻ പറ്റുമോ? ആവാൻ പറ്റും. ഫോഴ്സിന് നെഗറ്റീവ് ആവാൻ പറ്റും. കാരണം അതിന് ഡയറക്ഷൻ ഉണ്ട്.
അപ്പോൾ ഡയറക്ഷൻ ഈ ഒരു ഡയറക്ഷൻ പോസിറ്റീവായിട്ട് ഇടുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നെഗറ്റീവ് ആയിട്ട് എടുക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം, നെഗറ്റീവ് ആവാൻ പറ്റാത്തത്, ഞാൻ ഒരു കൺസെപ്റ്റ് പറയുകയാണ്, നെഗറ്റീവ് ആവാൻ പറ്റാത്ത ക്വാണ്ടിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അത് എന്ത് ക്വാണ്ടിറ്റിയാണ്? അത് സ്കേലാർ ക്വാണ്ടിറ്റീസ് ആണ്. സ്കേലാർ ക്വാണ്ടിറ്റി ആണോ അത് നെഗറ്റീവ് ആവാൻ പറ്റത്തില്ല. കാരണം അതിനെന്താ? മാഗ്നിറ്റ്യൂഡ് ഇല്ല, അളവില്ല, ഡയറക്ഷൻ ഇല്ല, അളവ് മാത്രമേ ഉള്ളൂ. അളവ് നെഗറ്റീവ് ആയിട്ട് പോകത്തില്ല. അപ്പോൾ ഈ നെഗറ്റീവ് പോസിറ്റീവ് സയൻസ് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് ഡയറക്ഷൻ കാണിക്കാനോ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയല്ലേ നെഗറ്റീവോ പോസിറ്റീവോ ഒക്കെ കാണിക്കുന്നത്. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവും അതിന്റെ ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്കേലാർ ക്വാണ്ടിറ്റി ആണോ അത് എന്തായിരിക്കും? അത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ കൂട്ടത്തിൽ ഏതാണ് സ്കേലാർ ക്വാണ്ടിറ്റി? അതിന് മാത്രമാണ് നെഗറ്റീവ് ആവാൻ പറ്റാത്തത്. അങ്ങനെ ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഡാഷ് ഇസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ നെവർ ബി നെഗറ്റീവ്. നെഗറ്റീവ് ആവാൻ പറ്റാത്ത ക്വാണ്ടിറ്റി. നമുക്ക് നോക്കാം, ഫോഴ്സ് നെഗറ്റീവ് ആവാൻ പറ്റും, കാരണം അതിന് ഡയറക്ഷൻ ഉണ്ട്, അതുകൊണ്ട് നെഗറ്റീവ് ആവാൻ പറ്റും. ഇതല്ല. ആക്സലറേഷൻ എന്ത് ക്വാണ്ടിറ്റിയാ? അതും ഞാൻ പറഞ്ഞു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, അപ്പൊ അതും നെഗറ്റീവ് ആവാൻ പറ്റും. വെലോസിറ്റി അതും ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, അപ്പൊ അതുമല്ല. ഡിസ്റ്റൻസ് എന്ത് ക്വാണ്ടിറ്റിയാണ്? അതാണ് സ്കേലാർ ക്വാണ്ടിറ്റി. അപ്പൊ ഉത്തരം ഡിസ്റ്റൻസ് ആണ്, അല്ലെ? ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഒരാൾ ഒരു പോയിന്റിൽ നിന്ന് ട്രാവൽ ചെയ്തു, ഇനിയും തിരിച്ചിവിടെ വന്നാൽ പോലും, ഈ പോയിന്റിൽ വന്നാൽ പോലും ഡിസ്റ്റൻസിന് ഒരു പോസിറ്റീവ് വാല്യൂ ആണ്, സീറോ ആവത്തില്ല. മനസ്സിലായോ? അതെപ്പോഴും ഒരു വാല്യൂ ഉണ്ട്. തിരിച്ചിനി ബാക്കിലേക്ക് പോയാൽ പോലും അതിന് വാല്യൂ ഉണ്ട്, അത് കൂടി കൂടി വരത്തേ ഉള്ളൂ. അല്ലാതെ അത് നെഗറ്റീവ് ഡയറക്ഷനിലോട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂലോട്ട് പോകത്തില്ല. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ നെഗറ്റീവ് ആവും. ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം, രണ്ടിനും സാധ്യതയുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പൊ സ്കേലാർ ക്വാണ്ടിറ്റി ആയ ഡിസ്റ്റൻസ് ആണ് നെഗറ്റീവ് ആവാൻ പറ്റാത്തത്. അടുത്ത ചോദ്യം, ആൻ ഒബ്ജക്ട് ഇസ് ത്രോൺ അപ്വേർഡ്, ഇറ്റ് റീച്ചസ് എ ഹൈറ്റ് ഓഫ് 100 meters ആൻഡ് ദെൻ റിട്ടേൺസ് ടു ദ ത്രോവർ, സോ ഡാഷ്. ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഉത്തരം പറയണം കേട്ടോ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഈ റെയിൽവേയുടെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഫിസിക്സ് കൺസെപ്ച്വൽ ആയിട്ട് തന്നെ പഠിച്ചു പോകണം. പ്രോബ്ലംസ് ആണ് വരുന്നതെങ്കിലും ചില കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഇത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പല ചോദ്യങ്ങളും നമുക്ക് പലപ്പോഴും ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ടൈം എടുത്തിട്ട് തന്നെ ഈ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കവർ ചെയ്ത് തരുന്നത്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് മുകളിലേക്ക് 100 meter ഹൈറ്റിലേക്ക് ഒരു ബോൾ എറിഞ്ഞു, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് എറിഞ്ഞു എന്നാണ് പറയുന്നത് 100 meter, എന്നിട്ട് അത് തിരിച്ച് അയാളുടെ കയ്യിൽ തന്നെ വന്നു. അപ്പൊ ഇതിനകത്ത് പറയുന്ന ഏത് ഓപ്ഷനാണ് ശരിയെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് 50 meter. ശരിയാണോ? ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റ്, ഇവിടെ ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? ഒരാൾ ഇവിടുന്ന് എറിഞ്ഞു, മുകളിൽ 100 meter പോയി, തിരിച്ച് ഇവിടെ തന്നെ വന്നു. ഇവിടുത്തെ ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാ? മുകളിലേക്ക് 100 പോയി, താഴേക്ക് 100 വന്നു. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 200 meter ആണ്. അത് കവർ ചെയ്തത് 200 meter ആണ്. ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? ഇനിഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ, തിരിച്ച് അതേ പോയിന്റിൽ തന്നെ വന്നില്ലേ? അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ 0 ആണ്. അപ്പൊ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് 50 meter. ശരിയാണോ? അല്ല, തെറ്റ്. 2, ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ഒബ്ജക്റ്റ് ഈസ് 0. ശരിയാണോ? ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? നമ്മളിവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്, 200 ആണ്. അപ്പൊ ഇതുമല്ല, ഓപ്ഷൻ ബിയും അല്ല. ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് 100 meter. ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് പറഞ്ഞത്. ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ 0 ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. 0 ആണ്. ഇവിടെ പറഞ്ഞത് 100 എന്നാണ്, അതും തെറ്റ്. 4ാമത്തെ ഓപ്ഷൻ, ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് 0. അതല്ലേ നമ്മൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റ് 0. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. മനസ്സിലായോ? ഇപ്പൊ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും മനസ്സിലായി, അത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെങ്കിൽ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും. അടുത്ത ചോദ്യം, പ്രോഡക്റ്റ് ഓഫ് വെലോസിറ്റി ആൻഡ് ടൈം പ്രൊവൈഡ്സ്. വെലോസിറ്റി ഇൻറ്റു ടൈം എന്താണ്? അതാ ചോദിച്ചിരിക്കുന്നത്. വെലോസിറ്റി ഇൻറ്റു ടൈം എന്താണ്? ഡിസ്റ്റൻസ് ആണോ, ഡിസ്പ്ലേസ്മെന്റ് ആണോ, മൊമെന്റം ആണോ, സ്പീഡ് ആണോ? നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അപ്പം വെലോസിറ്റി ഇൻറ്റു ടൈം എന്താണ്? ഡിസ്പ്ലേസ്മെന്റ്, അല്ലെ? വെലോസിറ്റി ഇൻറ്റു ടൈം ഈസ് ഈക്വൽ ടു, ഇതിനിപ്പുറം പോവും, വെലോസിറ്റി ഇൻറ്റു ടൈം ഡിസ്പ്ലേസ്മെന്റ്. ഉത്തരം ഡിസ്പ്ലേസ്മെന്റ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത ചോദ്യം, എ ഡ്രൈവർ ഡ്രൈവ്സ് ഹിസ് കാർ അറ്റ് എ കോൺസ്റ്റന്റ് സ്പീഡ് ആൻഡ് കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 288 meter. അപ്പോൾ കവർ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 288 meter, 288 meter ആണ്. ഇൻ 60 seconds. അപ്പൊ ടൈം എന്ന് പറയുന്നത് 60 seconds ആണ്. ഫൈൻഡ് ദ സ്പീഡ്. സ്പീഡ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെ? വളരെ എളുപ്പമല്ലേ? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇത്രയേ ഉള്ളൂ, സ്പീഡ് കണ്ടുപിടിക്കുക. ഇപ്പൊ ഡിസ്റ്റൻസ് എത്രയാണ്? 288 meter ഡിവൈഡഡ് ബൈ 60 seconds. അപ്പൊ എത്ര കിട്ടും? നമുക്ക് കട്ട് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുമോ? 288 ഡിവൈഡഡ് ബൈ 60 എത്ര വരും?
ഇൻറ്റു 60 ഇൻറ്റു 4 240 അല്ലേ, 240 4 240 എന്ന് ഉത്തരം കിട്ടി. ഇപ്പൊ തന്നെ ഓപ്ഷനകത്ത് 4 വെച്ച് വരുന്ന ഓരോ ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. ഓപ്ഷൻ എ എന്ന് പറഞ്ഞ് പോവാം. നമുക്ക് വേണമെങ്കിൽ ചെയ്തു നോക്കാം. 40 കഴിഞ്ഞിട്ട് ബാക്കി 48 ഉണ്ട് അല്ലേ. അപ്പൊ ഒരു 0 ഇട്ടു, പോയിന്റ് ഇട്ടു. അപ്പൊ 60 ഇൻറ്റു 8 എത്ര വരും? 36 42 48 4.8 480 ഉത്തരം കിട്ടിയല്ലോ അല്ലേ. അപ്പൊ 288 ഡിവൈഡഡ് ബൈ 60 ചെയ്തപ്പോൾ 4.8 മീറ്റർ പെർ സെക്കൻഡ് ഉത്തരം കിട്ടി. ക്ലിയർ ആണോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഇന്നത്തെ സെഷൻസിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് ഇക്വേഷൻസ് ഓഫ് മോഷൻ. ചലനവുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻസ് ആണ് പറയാൻ പോകുന്നത്. ഈ ഇക്വേഷൻസ് മാത്രം നിങ്ങൾ കാണാതെ പഠിച്ചാൽ ഈ മൊഡ്യൂളിൽ വരുന്ന ഈ ഒരു ഏരിയയിൽ വരുന്ന പ്രോബ്ലംസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതുവരെ പഠിച്ച പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇക്വേഷൻസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്തൊക്കെയാണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഈസ് ഈക്വൽ ടു ആക്സലറേഷൻ. ഈസ് ഈക്വൽ ടു വെലോസിറ്റി. ഒരു സെക്കൻഡ്. വെലോസിറ്റി ആദ്യം എഴുതാം. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഇതാണ് നമ്മൾ ആദ്യം പഠിച്ചത്. രണ്ടാമത് ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ഇതിനെ നമ്മൾ ഇക്വേഷൻ ആയിട്ട് തന്നെ റെപ്രസെന്റ് ചെയ്തു. v മൈനസ് യു ബൈ ടി ഈസ് ഈക്വൽ ടു ആക്സലറേഷൻ. ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ പഠിച്ചത്. ഇനി ഇതിന് മുമ്പ് നമ്മൾ എഫ് ഈസ് ഈക്വൽ ടു എം എ, ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ, ഇങ്ങനെ ഒരു ഇക്വേഷനും പഠിച്ചിട്ടുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് യു എന്ന് പറയുന്നത് എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി. ഇവിടെ പറഞ്ഞു തുടക്കത്തിലുള്ള വെലോസിറ്റിയാണ് യു. വി എന്ന് പറയുന്നത് എന്താണ്? ഫൈനൽ വെലോസിറ്റി, അവസാനമുള്ള വെലോസിറ്റിയാണ് ഫൈനൽ വെലോസിറ്റി. ഇനി ടി എന്ന് പറയുന്നത് എന്താണ്? ടൈം, എടുക്കുന്ന സമയം. ഒരു ടേം കൂടെ പറയാണ് എസ് ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ഇതുപോലെ നമുക്ക് അറിയുന്ന മറ്റൊരു ടേമാണ് എ എന്താണ്? ആക്സലറേഷൻ. ഇത്രയും കാര്യങ്ങളെ വെച്ചുകൊണ്ടുള്ള ഒരു 3 മേജർ ഇക്വേഷൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ 3 മേജർ ഇക്വേഷൻസ് എഴുതി വെച്ചാൽ അത് തിരിച്ചും മറിച്ചും മാത്രം ഇട്ടിട്ട് നമുക്ക് ഏത് പ്രോബ്ലംസ് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഇക്വേഷൻസ് ഞാൻ പറയാണ്. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഒന്നാമത്തെ ഇക്വേഷൻ കാണാതെ പഠിക്കേണ്ട ഒന്നാമത്തെ ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. രണ്ടാമത്തെ ഇക്വേഷൻ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2as. വി എന്താണെന്നറിയാം? ഫൈനൽ വെലോസിറ്റി. യു ഇനിഷ്യൽ വെലോസിറ്റി, എ ആക്സലറേഷൻ, എസ് ഡിസ്പ്ലേസ്മെന്റ്. മൂന്നാമത്തത് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഈ 3 ഇക്വേഷനും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേ. ഈ 3 ഇക്വേഷൻസിനെയാണ് നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻസിനകത്ത് നമ്മൾ പഠിക്കുന്നത്. ഇത്രയും കാര്യം മാത്രം അറിഞ്ഞാൽ ഇതുകൊണ്ട് നമുക്ക് ഈ ഭാഗത്തു നിന്നുള്ള എല്ലാ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. അതിനുള്ള മെത്തേഡ്, അതിനുള്ള വഴി ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് ഇത് ഇന്ന് തന്നെ പഠിച്ചുകൊള്ളുക. ഇത് പഠിച്ചിട്ട് നമുക്ക് ഈ ഒരു ഏരിയയിലുള്ള പ്രോബ്ലംസ് നോക്കണം. നമുക്ക് ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ക്വസ്റ്റ്യൻസിന്റെ സെഷൻ പിന്നീടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു ക്വസ്റ്റ്യൻ മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. നോക്കിയേ. എ കാർ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്, runs for 2 minutes with an uniform acceleration of 1 meter per second square. Find the speed obtained by the car. ഇങ്ങനെയുള്ള വൺ ഡയമെൻഷൻ മോഷനുമായിട്ട് ബന്ധപ്പെട്ട, സ്ട്രെയിറ്റ് ലൈൻ മോഷനുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് എന്നോ ഡിസ്പ്ലേസ്മെന്റ് എന്നോ അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിവിന്റെ ആവശ്യമില്ല. ഡിസ്റ്റൻസ് എന്നോ ഡിസ്പ്ലേസ്മെന്റോ രണ്ടും ഇന്റർചേഞ്ചബിളി അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കാം. അതിന് ഡയറക്ഷനെ പറ്റി വലിയ സിഗ്നിഫിക്കൻസ് ഇല്ലാത്ത കേസുകളിലെല്ലാം ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ചബിളി ഉപയോഗിക്കാം. ഡിസ്റ്റൻസിന് പകരം ഡിസ്പ്ലേസ്മെന്റ് അതൊക്കെ ഉപയോഗിക്കാം. കാരണം ഇതൊരു 1 ഡയമെൻഷണൽ മോഷനാണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ കൺസിഡർ ചെയ്താൽ മതി കേട്ടോ. അല്ലാതെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് തിരിച്ചു മറിച്ച് ചോദിക്കുകയാണെങ്കിൽ മാത്രം ഡിസ്റ്റൻസിനെയും ഡിസ്പ്ലേസ്മെന്റിനെയും വേർതിരിച്ച് കണ്ടാൽ മതി. അപ്പൊ ഇത് എന്തൊരു പ്രോബ്ലം കിട്ടിയാലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഗിവൺ എന്താണെന്ന് എടുത്തെഴുതുക, തന്നിരിക്കുന്നത് എടുത്തെഴുതുക. ഞാൻ എഴുതാൻ പോവാണ്. ഇപ്പൊ നോക്കി നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യണം. ഈ കാർ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് എന്ന് കണ്ട, റെസ്റ്റ് എന്ന് വെച്ചാൽ 0 വെലോസിറ്റിയിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്. അപ്പൊ റെസ്റ്റിൽ നിന്നാണ് തുടങ്ങുന്നത് കാർ. അതായത് അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി 0, യു ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതി വെച്ചു. എന്നിട്ട് റൺസ് ഫോർ 2 minutes. അപ്പൊ ടൈം എത്രയാണ്? 2 മിനിറ്റ് എന്ന് പറഞ്ഞു. നമുക്ക് മിനിറ്റ്സിലൊക്കെ ഉള്ളത് എപ്പോഴും നമ്മൾ കൺവേർട്ട് ചെയ്ത് സെക്കൻഡിലോട്ട് തന്നെ മാറ്റി വെക്കണം. യൂണിറ്റുകൾ ക്ലിയർ ആക്കണം. അപ്പം 2 minutes എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് 2 into 1 minute എന്ന് വെച്ചാൽ 60 സെക്കൻഡ് അല്ലേ, 2 into 60 seconds, അതായത് 120 seconds ആണ് നമ്മുടെ ടൈം. Time is equal to 120 seconds with an uniform acceleration of 1 meter per second square. അപ്പോൾ acceleration is equal to 1 meter per second square അല്ലേ. ഇനി കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ഫൈൻഡ് ദ
സ്പീഡ് ഒബ്റ്റെയിൻഡ് ബൈ ദ കാർ. അപ്പൊ ഇനിഷ്യൽ സ്പീഡ് ഇവിടെ തന്നിട്ടുണ്ട്, ഫൈനൽ സ്പീഡായ v ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫൈനൽ വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ ഫൈനൽ സ്പീഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയോ തന്നിട്ടുണ്ട്? u തന്നിട്ടുണ്ട്, a തന്നിട്ടുണ്ട്, t തന്നിട്ടുണ്ട്. ഈ 3 കാര്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? v. അപ്പൊ v കണ്ടുപിടിക്കുകയും വേണം. v u a t, ഈ 4 സാധനങ്ങളെ ബന്ധപ്പെടുത്തുന്ന ഇക്വേഷൻ ഓഫ് മോഷൻ ഏതെങ്കിലും ഉണ്ടോ? v u a t. നോക്കിയേ, വിയും യുവും എയും ടിയും മാത്രമുള്ള ഇക്വേഷൻ ഏതാണ് ഇതിനകത്ത്? ആദ്യത്തെ ഇക്വേഷൻ ആണ് അല്ലെ. അപ്പൊ ആദ്യം എടുത്ത് ഇങ്ങോട്ട് എഴുതുക, v is equal to u plus at. ഇത്രയേ ഉള്ളൂ പ്രോസസ്. ഇനി കഴിഞ്ഞു. അപ്പൊ കണ്ടുപിടിക്കേണ്ടത് v ആണ്. v is equal to u എത്രയാണ്? 0 പ്ലസ് a എത്രയാണ്? 1 ഇൻറ്റു t എത്രയാണ്? 120. അപ്പോൾ ഉത്തരം എത്ര കിട്ടും? v is equal to 0 plus 120. അപ്പോൾ v is equal to 120 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി അല്ലേ, അപ്പൊ മീറ്റർ പെർ സെക്കൻഡ് ആണ് യൂണിറ്റ്. v is equal to 120 മീറ്റർ പെർ സെക്കൻഡ്. ഏത് ഓപ്ഷൻ ആണ്? ആദ്യത്തെ ഓപ്ഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ ആണ് 120 മീറ്റർ പെർ സെക്കൻഡ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. മനസ്സിലായോ? അപ്പൊ ഇതൊരു ചെറിയ പ്രോബ്ലത്തിന്റെ എക്സാമ്പിൾ. ഇതേപോലെ ഇത്രയും കാര്യമുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത്, ഇതുവരെ ഞാൻ പഠിപ്പിച്ച അടുത്ത സെഷനിൽ ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ ഇപ്പോഴേ പറയുന്നു. ഇതുവരെ പഠിപ്പിച്ച ഇക്വേഷൻസ് എല്ലാം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ലോസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുമ്പോൾ തന്നെ 3 ഇക്വേഷൻ. v is equal to u plus at, v square minus u square is equal to 2as, s is equal to ut plus half at square. ഇത് നിങ്ങളുടെ മനസ്സിൽ കാണാതെ ഇരിക്കണം. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ വീണ്ടും നിങ്ങൾ പഴയ ഇക്വേഷനിലോട്ട് പോകുന്നു, അതെന്താണെന്ന് നോക്കുന്നു. അപ്പൊ എഴുതി വെച്ച് നിങ്ങൾ ഇക്വേഷൻസ് പഠിച്ചിട്ട് മാത്രം അടുത്ത സെഷൻസിലേക്ക് വരിക. നമുക്ക് ഇതിന്റെ അടുത്ത പാർട്ട് നമുക്ക് വീണ്ടും ക്ലാസ്സുകളായിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഇത് സീരീസിൽ നിങ്ങൾക്ക് ബാക്കി ടോപ്പിക്കുകൾ നിങ്ങൾക്ക് എല്ലാം കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് കമന്റ് ചെയ്യുക. മാത്രമല്ല, നിങ്ങൾക്ക് റെയിൽവേ എക്സാംസിനും SSC എക്സാംസിനും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ സെന്ററിൽ വന്ന് റെഗുലർ ആയിട്ട് ഒരു ടൈം ലിമിറ്റ് ചെയ്ത് തന്നെ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4:30 5 മണി വരെ, അല്ലെങ്കിൽ രാത്രി 7 മണി 8 മണി വരെ ഒക്കെ ഇരുന്ന് വർക്ക് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഓഫ്ലൈൻ സെന്റേഴ്സ് ട്രിവാൻഡ്രത്തും കൊട്ടാരക്കരയും ഉണ്ട്. അവിടെ റെയിൽവേയുടെയും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെയും പുതിയ ബാച്ചുകൾ ഇപ്പം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ആ ബാച്ചുകളിലേക്ക് ഇപ്പോൾ അഡ്മിഷൻസ് നടക്കുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർ, അങ്ങനെ പഠിക്കാൻ പറ്റുന്നവർ, ഒരു ജോബ് വേണമെന്ന് കൃത്യമായി ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ളവർ മാക്സിമം ആ ഒരു ബാച്ചുകളിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ സിറ്റുവേഷൻ ഇല്ലാത്തവർ ഒന്നുകിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ ഫോളോ ചെയ്ത് ക്ലാസ്സുകൾ പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ പെയ്ഡ് കോഴ്സുകൾ അവൈലബിൾ ഉണ്ട്. ആ കോഴ്സുകൾ ഓപ്റ്റ് ചെയ്ത് അതിനകത്ത് പ്രിപ്പറേഷൻസ് നടത്തുക. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ തരുന്ന ഡെയിലി കറണ്ട് അഫയേഴ്സും അതുപോലെയുള്ള അപ്ഡേറ്റ്സും എല്ലാം നോക്കി എക്സാംസിന് അപ്ലൈ ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് എല്ലാം ക്ലിയർ ചെയ്യുക, പുതിയ പാറ്റേൺസ് പഠിക്കുക. ഇങ്ങനെയുള്ള കാര്യം ചെയ്ത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. അപ്പൊ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ തന്നെ ഇങ്ങനെ ചെന്ന് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾ പ്രിപ്പറേഷൻ മുന്നോട്ട് തന്നെ കൊണ്ടുപോകുക. കാരണം നോട്ടിഫിക്കേഷൻസും എക്സാംസും നിങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. 2023 എന്ന് പറയുന്നത് ഒരു വളരെ വലിയ അവസരങ്ങളുള്ള ഒരു വർഷം തന്നെയാണ്. അത് ഇപ്പോഴും വീണ്ടും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ എക്സാംസിന്റെ വേക്കൻസീസ്, അതിന്റെ റിക്രൂട്ട്മെന്റ്സ് തകൃതിയായിട്ട് നടക്കുന്നതിന്റെ ഇടയിൽ തന്നെ റെയിൽവേയുടെ റിക്രൂട്ട്മെന്റും കൂടെ വന്നപ്പോൾ നിങ്ങൾക്ക് വലിയൊരു അവസരം ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി. അതിപ്പം ഒരാൾ പറഞ്ഞിട്ട് വേണ്ട, നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് റെഗുലർ ആയിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഉറപ്പായിട്ടും കുറച്ച് നാൾ നിങ്ങൾ ഇതിന്റെ പുറകെ പോയി ഇത് തന്നെ പഠിച്ച് ഇതിനൊരു ഐഡിയ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇതിന്റെ